പച്ചക്കറി വില കുതിച്ചുയർന്നിട്ടും നോക്കുകുത്തിയായി സംസ്ഥാന സർക്കാർ. ഓണക്കാലം അടുത്തെത്തിയതിനിടെ പച്ചക്കറി വിപണിയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇല്ലാതായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഓണം വരെ ഇനി വില കുറയാൻ സാധ്യതയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കുത്തനെ കുതിക്കുകയാണ്. പച്ചക്കറിക്കാണ് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്നത്. സവാളയ്ക്ക് കിലോ 40, ക്യാരറ്റിന് 80, ബീൻസിന് 100, ഇഞ്ചി വെളുത്തുള്ളി ആകട്ടെ 200 കടന്നു. പച്ചക്കറിയുടെ വില ഇങ്ങനെ കേട്ടാൽ മലയാളികളുടെ കണ്ണ് തള്ളുന്ന അവസ്ഥയാണ്. പച്ചക്കറി വില കൂടുതലാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പിന്നെയും കൂടും. ഓണമല്ലേ തന്നെ. നമുക്ക് താങ്ങാൻ പറ്റാവുന്നല്ല അധികമായിട്ട് വരുവാണ്. ഓരോ ദിവസവും ഇത് കുറയ്ക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8 മുതൽ 50 രൂപ വരെയാണ് പച്ചക്കറികൾക്ക് വില വർദ്ധിച്ചത്. എന്നിട്ടും സർക്കാരിന്റെ ഒരിടപെടലും ഇതിലുണ്ടായിട്ടില്ല. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓണം എങ്ങനെയാവും എന്നുള്ളത് നോക്കിയിരിക്കണം. സർക്കാരിൻ്റെ തീർച്ചയായും വേണം. പച്ചക്കറിയിലും വേണം, മറ്റുള്ള പലവ്യഞ്ജനങ്ങളിലും വേണം. എങ്കിലേ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. സാധാരണക്കാരനെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിലും കർണാടകയിലും ഉൽപ്പാദനം കുറയുകയും കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാനമായ കാരണം. ഗവൺമെൻറ് ഇടപെട്ടെങ്കിൽ മാത്രമേ വിലക്കയറ്റം പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് ഈ വില വർധനവിന് കാരണമെന്നാണ് പറയുന്നത്. എന്നാൽ നേരത്തെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സർക്കാർ തന്നെ അതിൽ കാര്യക്ഷമമായി ഇടപെട്ട് വില നിയന്ത്രിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ വിപണിയിൽ അത്തരം ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് കച്ചവടക്കാർ തന്നെ സമ്മതിക്കുന്നു. കോവിഡിന് ശേഷവും നമ്മുടെ നാട്ടിൽ ഈ പ്രളയമുണ്ടായതിനു ശേഷവും പോലും ഏറ്റവും വില കുറച്ചായിരുന്നു ഓണത്തിന് പച്ചക്കറികൾ വിറ്റിരുന്നത്. ഇപ്രാവശ്യം ഓണമാകുന്നതിന് മുമ്പ് തന്നെ അന്യായമായ വിലയാണ്. കച്ചവടക്കാർക്ക് പോലും താങ്ങാനാവുന്നതിനേക്കാൾ അധികം വില. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നോക്കാൻ തന്നെ നേരമില്ലെന്ന് തന്നെ പറയാം. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി സപ്ലൈകോയിലായാലും മറ്റുള്ള ഭക്ഷ്യവകുപ്പിലായാലും അതിനുള്ള മന്ത്രിമാരും അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരൊക്കെ ഇതൊക്കെ നോക്കണ ആൾക്കാരാണ്. ഇതിപ്പോൾ അത് നോക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് വരുന്നത്. ഇപ്പോൾ വിലക്കയറ്റം വരാൻ ഇപ്പോൾ നമുക്കും ഒരു 60% കച്ചവടം കുറഞ്ഞു. കാരണം ഇത് ആൾക്കാർ കാശ് വേണ്ടേ. ഓണം അടുക്കുന്നതോടെ പച്ചക്കറി വില ഇനിയും കൂടുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. പച്ചക്കറിക്ക് വില ഇങ്ങനെ കുതിച്ചുയരുന്നതോടെ ഈ ഓണത്തിന് ദുരിതത്തിലായിരിക്കുകയാണ് മലയാളികൾ. സാധാരണഗതിയിൽ വില വർധനവിൽ സംസ്ഥാന സർക്കാർ കാര്യമായി ഇടപെടാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാത്തതാണ് ഈ പച്ചക്കറി വില ഇങ്ങനെ കുതിക്കാൻ കാരണമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. ക്യാമറമാൻ ബാദലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.